students, welcome to the YouTube channel Learn with Jipinlal. Myself Anis. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് കുറച്ച് ടഫാണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ആ ടോപ്പിക്കിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് സ്റ്റുഡൻസ് സാധാരണ പറയാറുള്ള ഒരു ടോപ്പിക്, ദാറ്റ് ഈസ് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്സ്. ഓക്കെ, സോ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച കുട്ടികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്. ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് NaCl വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക, അല്ലെ? വാട്ടർ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണല്ലോ. സോ NaCl വാട്ടറും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ അവിടെ റിസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സോ എല്ലാ സമയത്തും ഈ NaCl വാട്ടറും റിയാക്ട് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടന്റ് സൊല്യൂഷൻ ന്യൂട്രൽ ആണ്. ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സോ എല്ലാ സമയത്തും ഒരു സോൾട്ടും വാട്ടറും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിംഗ് സൊല്യൂഷൻ എപ്പോഴും ന്യൂട്രൽ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി അസിഡിക്, ഇറ്റ് ക്യാൻ ബി ബേസിക്, based on the nature of the salt. Saltന്റെ നേച്ചറിനനുസരിച്ചിട്ട് റിസൾട്ടന്റ് സൊല്യൂഷൻ എന്താവാം? അസിഡിക് ആവാം, ബേസിക് ആവാം, ന്യൂട്രൽ ആവാം. Okay, so we are discussing that type of hydrolysis in this session. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ CaSO4 അല്ലെ, CuSO4 അല്ലെങ്കിൽ CaSO4 ഒക്കെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ്, CuSO4 ആണ്. സോ CuSO4 കോപ്പർ സൾഫേറ്റ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുന്നത്? റിസൾട്ടന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആണ് ആവുന്നത്. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ salt. Okay, so hydrolysis of salt can be also defined as the interaction of cations or anions present in a salt with water which result an acidic solution or basic solution or neutral solution. This is called hydrolysis of salt. Okay, this is called hydrolysis of salt. So ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, സോ ഞാൻ പറഞ്ഞു ചില സാൾട്ടുകൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ സൊല്യൂഷൻ ഉണ്ടാവുന്നു, ചില സാൾട്ടുകൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അസിഡിക് സൊല്യൂഷൻ ഉണ്ടാവുന്നു, ചില സാൾട്ടുകൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് സൊല്യൂഷൻസ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ബിഹൈൻഡ് ദിസ്? ഓക്കെ, സോ അതാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇഫ് എ salt of strong acid weak base, a salt of strong acid weak base, strong acid weak base ആണ്. strong acid weak base, ഒരു strong acid weak base കൊണ്ട് ഉണ്ടായത്, strong acidum weak baseും റിയാക്ട് ചെയ്തിട്ടുള്ള സാൾട്ട് വാട്ടർ ഹൈഡ്രോളിസിസ് which gives acidic solution. എന്താ കിട്ടുക? acidic solution ആണ് കിട്ടുക. so it will result in acidic solution. ഇനി അടുത്തത് salt of strong base and weak acid, salt of strong base and weak acid on hydrolysis which result in the formation of basic solution. എന്താണ്? basic solution ആണ്. ഇനി അടുത്ത് salt of strong acid strong base, salt of strong acid strong base and the resultant solution become neutral. Resultant solution എന്താ? ന്യൂട്രൽ ആണ്. സോ ഒന്നുകൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. salt of strong acid weak base ആണെങ്കിൽ acidic solution ആണ്. ഇനി salt of strong base weak acid ആണെങ്കിൽ basic solution ആണ് റിസൾട്ടന്റ് ഉണ്ടാവുക. salt of strong acid strong base ആണെങ്കിൽ റിസൾട്ടന്റ് സൊല്യൂഷൻ എന്താ? ന്യൂട്രൽ ആണ് ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ങിന്റെ റിസൾട്ടന്റ് എപ്പോഴും സ്ട്രോങ് കേട്ടോ, സ്ട്രോങ്ങിന്റെ കോമ്പണന്റ് ആരാണോ അതാണോ റിസൾട്ടന്റ് ആയിട്ടുണ്ടാവും. ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ്, റിസൾട്ടന്റ് അസിഡിക് ആണ്. ഇവിടെ സ്ട്രോങ് ബേസ് ആണ്, ഇവിടെ റിസൾട്ടന്റ് ബേസിക് ആണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും എന്താണ്ടാവുക? ന്യൂട്രൽ ആണ്. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, വീക്ക് ആസിഡ് വീക്ക് ബേസ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള സംശയം വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ എന്താണുള്ളതല്ലേ? സോ വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അയോണൈസേഷൻ കോൺസ്റ്റന്റ്. എന്താ? അയോണൈസേഷൻ കോൺസ്റ്റന്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, Ka Kb വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിസൾട്ടന്റ് സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇനി ഒരു കാര്യം ഇവിടെ നിന്നും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഇറ്റ് ഹാസ് എവറി ഇക്വിലിബ്രിയം റിയാക്ഷൻ, എല്ലാ ഇക്വിലിബ്രിയം റിയാക്ഷനും ഇക്വിലിബ്രിയത്തിൽ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടല്ലോ. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് of the hydrolysis reaction, equilibrium constant of hydrolysis reaction is called, equilibrium reaction of a hydrolysis is called hydrolysis constant എന്ന് പറയും. hydrolysis constant, equilibrium constant of hydrolysis of salt is called hydrolysis constant and it can be indicated by KH. നമ്മൾ ഈ വീഡിയോയിൽ ബേസ് മുതൽ പറയുന്നുണ്ട് കേട്ടോ. സോ KH എന്നാണ് പറയാ, ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ എന്താ? ഹൈഡ്രോളിസിസ് equilibrium constant for a reaction of hydrolysis of salt is called hydrolysis constant. Okay, clear അല്ലേ? KH എന്നാണ് പറയാ. ഇനി ഇവിടെ ഒരു ടേം കൂടി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം. ഹൈഡ്രോളിസിസ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. എന്താ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a fraction of the total amount of salt getting hydrolyzed at equilibrium. ഇക്വിലിബ്രിയത്തിൽ എത്രത്തോളം സാൾട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞു അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഉള്ളത്. എന്താ? ഡിഗ്രി ഓഫ് hydrolysis. So what is mean by degree of hydrolysis? It is the fraction of the salt getting hydrolyzed at equilibrium and it can be denoted by small letter h. Okay, clear alle? So ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ടിലെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഹൈഡ്രോളിസിന്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. Now we are going to discuss about the relationship between the hydrolysis constant, ionization constants. So ionization constants ഉം hydrolysis constants ഉം തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. സോ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ടൈപ്പ് ഓഫ് സാൾട്ടുകൾ ഉണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് സാൾട്ടിന്റെ കേസിൽ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതിന്റെ കൺസെപ്റ്റും അത് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്നും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എങ്ങനെയാണ് കാണണം എന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഒരു ആർബിട്രറി ആയിട്ടുള്ള സാൾട്ട് ആണ് നമുക്ക് തരുന്നെങ്കിൽ, ഇപ്പൊ HX അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ തരാണെങ്കിൽ, അങ്ങനെ നമുക്ക് ഒരു ആർബിട്രറി സാൾട്ട് ആണ് നമുക്ക് തരുന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും ഏത് ടൈപ്പ് സാൾട്ട് ആണെന്ന്. ഇനി അഥവാ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അങ്ങനെ എക്സാമ്പിൾ തന്നിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് സാൾട്ട് ആണെന്ന് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ആദ്യം ഒന്നാമത്തെ we are going to discuss about the hydrolysis of salt of weak acid strong base. So ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് weak acid strong base കൊണ്ട് ഉണ്ടാക്കിയ സാൾട്ടിന്റെ ഹൈഡ്രോളിസിസ് ആണ് കേട്ടോ. സോ weak acid strong base ആണ്. സോ ഇത്തരത്തിലുള്ള സാൾട്ടുകളുടെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സാധാരണ വരാറുള്ളത് CH3COONA സോഡിയം അസറ്റേറ്റ്, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ് Na2CO3, അതുപോലെ തന്നെ Na3PO4 ഇവരൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് സാൾട്ട് കേട്ടോ. എന്താ? വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിന്റെ സാൾട്ടുകളായിട്ട് നമുക്ക് സാധാരണ തരാം. അതില് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സോഡിയം അസറ്റേറ്റ് എടുക്കാം. സോ സോഡിയം അസറ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വെൻ സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള സാൾട്ട് ആണ്? സോഡിയം അസറ്റേറ്റ് ഒരു സാൾട്ട് ആണല്ലോ. ആരൊക്കെ തമ്മിലുള്ള സാൾട്ട് ആണ്? വീക്ക് ആസിഡ് ആയിട്ടുള്ള CH3COOH അസറ്റിക് ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaOH തമ്മിലുള്ള സാൾട്ട് ആണ് എന്ത്? സോഡിയം അസറ്റേറ്റ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? സോ ഇതില് വീക്ക് കോമ്പണന്റ് ആരാ? ആസിഡ്. സ്ട്രോങ് കോമ്പണന്റ് ആരാ? ബേസ് ആണ്. സ്ട്രോങ് കോമ്പണന്റ് ആരാ? ബേസ് ആണ് അല്ലെ? സോ ഇനി കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണേ. സോ ഇത് നമ്മൾ ആദ്യം ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COONA aqueous CH3COONA dissociated to form CH3COO minus plus Na plus. ഇത് ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. സോ ആദ്യം സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് കോമ്പണന്റിന്റെ പാർട്ട് ആരാണോ അയാൾ മാത്രമേ ആരായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ, വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അയോൺസ് ഉണ്ടാകുന്ന സമയത്ത് ഏത് അയോൺ ആണോ വീക്ക് കോമ്പണന്റിന്റെ അയോൺ അയാൾ മാത്രമേ നമ്മുടെ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. സോ ഹിയർ വീക്ക് കോമ്പണന്റിന്റെ പാർട്ട് ആരാ? CH3COO മൈനസ് അല്ലെ. സോ വെൻ CH3COO മൈനസ് when react with water ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോം ചെയ്യുന്നത് എന്താണെന്നറിയോ? ദാറ്റ് ഈസ് CH3COOH പ്ലസ് OH മൈനസ്. എന്താണ്ടാവുക? CH3COOH പ്ലസ് OH മൈനസ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഇവിടെ OH മൈനസ്. ഇനി ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണേ. ഇവിടെ CH3COO മൈനസ് ഉണ്ട് അല്ലെ. സോ CH3COO മൈനസ് ഉണ്ടാകുന്ന സമയത്ത് ഇതൊരു വീക്ക് കോമ്പണന്റ് അല്ലേ. ഈ ഒരു വീക്ക് കോമ്പണന്റ് എന്ത് ചെയ്യും? സൊല്യൂഷനിൽ എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും. സൊല്യൂഷനിൽ എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും. അതുപോലെ തന്നെ OH മൈനസ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ OH മൈനസ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ബിക്കം ബേസിക്. റിസൾട്ടിംഗ് സൊല്യൂഷൻ എന്താവുക? ബേസിക് ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഈ രണ്ട് റിയാക്ഷനും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് CH3COONA പ്ലസ് H2O gives എന്താണ്ടാവുക? CH3COOH പ്ലസ് Na plus OH minus. This is the equation അല്ലെ. സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഓവറോൾ ഇതും എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ഓവറോൾ ഇക്വേഷൻ ഇങ്ങനെ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ നമ്മളൊരു ജനറലൈസ് ചെയ്യാൻ പോവാണ്. സോ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതവിടെ കിടക്കട്ടെ, ഈ ഇക്വേഷൻ അവിടെ കിടക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊന്ന് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശരിക്കും ശ്രദ്ധിച്ചോളൂ. അത് mx എന്ന് പറഞ്ഞ സോൾട്ട് എടുക്കുക, അല്ലെങ്കിൽ x മൈനസ്. നമുക്ക് ആര് മാത്രം മതി? x മൈനസ്. കാരണം എന്താ? വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആര് മാത്ര? CH3COO മൈനസ് മാത്ര അല്ലെ. നേരത്തെ പറഞ്ഞു. സോ x മൈനസ് പ്ലസ് H2O gives x minus plus H2O gives എന്താണ്ടാവുക? അല്ലെങ്കിൽ x minus plus H2O gives HX plus OH minus. HX plus OH minus. Okay, clear? This is the general equation. So for this, hydrolysis constant is equal to concentration of HX into concentration of OH minus divided by water concentration നമ്മൾ എടുക്കാറില്ല, അതുകൊണ്ട് concentration of X minus. This is the equation for the KH. നമുക്ക് KH നുള്ള ഇക്വേഷൻ ആണ് ഇത് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ KH ഇക്വേഷൻ എന്താ? concentration of HX into concentration of OH minus divided by concentration of X minus. ഓക്കെ, സോ ഇനി നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് റിസൾട്ടന്റ് ആയിട്ടുള്ളത് ഒരു വീക്ക് ആസിഡ് അല്ലേ. നമ്മുടെ റിസൾട്ടന്റ് സൊല്യൂഷനിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇവിടെ HX എന്നത് എന്താ? ഒരു വീക്ക് ആസിഡ് ആണ്. സോ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ HX സൊല്യൂഷനിൽ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്തിട്ട്, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, HX ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ H പ്ലസും എന്തുണ്ടാവും? X മൈനസ് ഉണ്ടാവും. H പ്ലസ് ഉണ്ടാവും, X മൈനസ് ഉണ്ടാവും. So from this we can also find out the Ka. What is Ka? Concentration of H plus into concentration of X minus divided by concentration of HX divided by concentration of HX അല്ലെ. ഇനി അതുപോലെ തന്നെ KW നമുക്കറിയാം അല്ലെ. What is the equation for the KW? KW ന്റെ ഇക്വേഷൻ എന്താ? concentration of H plus into concentration of OH minus. Concentration of H plus into concentration of OH minus. ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഇവിടെ നമുക്ക് മൂന്ന് ഇക്വേഷൻ ഉള്ളത്. ഒന്ന് KH ന്റെ ഇക്വേഷൻ. KH ന്റെ ഇക്വേഷൻ എന്താ? concentration of HX into concentration of OH minus divided by concentration of X minus. ഇനി അടുത്ത Ka ന്റെ ഇക്വേഷൻ. What is the equation for Ka? concentration of H plus into concentration of X minus divided by concentration of HX. ഇനി നമുക്കുള്ളത് അല്ലെങ്കിൽ KW ന്റെ ഇക്വേഷൻ ആണ്. KW ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ concentration of H plus into concentration of OH minus. ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഇത് മൂന്ന് നമുക്ക് റിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് KH is equal to concentration of HX into concentration of OH minus
divided by concentration of X minus അല്ലേ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ we have to multiply with the concentration of H plus as well as we have to divide with the concentration of H plus. So ഈ ഒരു ഇക്വേഷൻ നമ്മൾ concentration of H plus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ റിലേഷൻ കിട്ടും. നോക്കി ശരിക്കും ശ്രദ്ധിക്കണേ. So KH is equal to ഇവിടെ concentration of H plus into concentration of OH minus അതെന്താ KW. So that is equal to KW divided by ഇനി നമുക്ക് ബാക്കിയുള്ളത് ആരൊക്കെയാ HX X minus concentration of H plus. ഇതല്ലേ സംഭവം ഉള്ളത് അല്ലേ സംശയം ഉണ്ടോ? സോ കെ എ സോറി ഇതല്ലേ ഉള്ളത് കെ എ ഉള്ളത്. സോ കെ എ നോക്കിയാൽ കെ എ റെസിപ്രോക്കൽ അല്ലേ ഇവിടെ കാണുന്നത്. സോ ഡിവൈഡഡ് ബൈ കെ എ ആണ് വരിക. സോ കെ എച്ച് ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ. കെ എച്ച് ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ എ. ഓക്കെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിസിസ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. സോ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് നോക്കിയാൽ നമ്മൾ ഈ റിയാക്ഷൻ തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു റിയാക്ഷൻ തന്നെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് നോക്കേ അറ്റ് ഇനീഷ്യലി ഇതിന്റെ കോൺസെൻട്രേഷൻ എന്താ സി ആണ്. ഇവിടെ സീറോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ഇല്ല, സീറോ കോൺസെൻട്രേഷൻ ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയം ഇത് സി മൈനസ് സി എച്ച് ആണ്. അതായത് ശരിക്കും ശ്രദ്ധിക്കണേ, ഈ സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്, ഇത് സോൾട്ട് അല്ലേ. സോ ഈ സോൾട്ടിന്റെ സി എന്ന കോൺസെൻട്രേഷനിൽ നിന്നും എച്ച് സോൾട്ട് അല്ലെങ്കിൽ എച്ച് ഡിഗ്രി എന്ത് ചെയ്തു ഡിസോസിയേറ്റ് ചെയ്തു പോയി. എത്രത്തോളം സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്തോ അത്രത്തോളം പ്രോഡക്റ്റ് അല്ലേ ഫോം ചെയ്യാം. സോ ഇവിടെ എച്ച് ടൈംസ് ഓഫ് സി എന്ത് ചെയ്തു ഡിസോസിയേറ്റ് ചെയ്തു പോയി. എച്ച് ടൈംസ് ഓഫ് സി എന്ത് ചെയ്തു ഡിസോസിയേറ്റ് ചെയ്തു പോയി. സോ ഇവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്യാം സി എച്ച്. അപ്പൊ ഇവിടെ 1 മോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 1 മോൾ അല്ലേ. അപ്പൊ ഇവിടെ സി എച്ച് മോൾ ആണെങ്കിൽ ഇവിടെ എന്താ സി എച്ച് മോൾ. ഓക്കെ ക്ലിയർ അല്ലേ? സോ ഇവിടെ സി എച്ച് ഇവിടെ സി എച്ച്. സോ ഇവിടുന്ന് എത്രയാണ് പോയിട്ടുണ്ടാവുക സി മൈനസ് സി എച്ച്. സംശയം ഉണ്ടോ? ഉറപ്പല്ലേ? ക്ലിയർ അല്ലേ? ഇനി കെ എച്ച് ഇസ് ഈക്വൽ ടു നോക്കേ. സോ ഫ്രം ഹിയർ കെ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? കെ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എക്സ് എത്രയാ സി എച്ച് ഇൻറ്റു സി എച്ച് ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് എച്ച്. സി മൈനസ് സി എച്ച് എന്നുള്ളതിന് പകരം സി ഇൻറ്റു 1 മൈനസ് എച്ച് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി സി ക്യാൻസൽ ചെയ്ത് പോയി സി എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച്. സി എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച്. ഇനി എച്ചിന്റെ വാല്യൂ വളരെ 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 ചെറുതായതുകൊണ്ട് 1 മൈനസ് എച്ച് is approximately equal to 1. So we can say that KH is equal to നോക്കേ ശരിക്കും ശ്രദ്ധിക്കേ KH is equal to CH square. KH is equal to എന്താ കിട്ടുക CH square ആണ് വരിക. That is equal to നോക്കേ ശരിക്കും ശ്രദ്ധിക്കണേ KH is equal to CH square ആണ്. So H square is equal to KH by C. That is root of H is equal to root of KH divided by C. H is equal to root of KH divided by C അല്ലേ. സംശയം ഉണ്ടോ? H is equal to KH root of KH divided by C. ഇനി KH ന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. KH ന്റെ ഇക്വേഷൻ എന്താ? KH ന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് KW divided by KA അല്ലെ. ഇവിടെ അവിടെ എന്തുണ്ടാവും ഒരു C യും കൂടെ. സോ നമുക്ക് H is equal to എന്ത് കിട്ടി? root of KW divided by KA into C കിട്ടി. ഓക്കെ ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? H ന്റെ വാല്യൂ കിട്ടില്ലേ? H is equal to H ന്റെ വാല്യൂ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കിട്ടിയില്ലേ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കിട്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് pH ഓഫ് ദ റിസൾട്ടന്റ് സൊല്യൂഷൻ ആണ്. pH ഈ ഒരു സോൾട്ടിന്റെ ഹൈഡ്രോളിസിസിന്റെ സമയത്ത് ഉണ്ടാകുന്ന pH അല്ലെ. സോ pH of the resultant solution ആണ്. സോ നെക്സ്റ്റ് we are going to discuss about the pH of the resultant solution. pH of resultant solution. Okay ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. pH of resultant solution. സോ pH of resultant solution നമുക്കറിയാം ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അല്ലെ. ആദ്യം നമുക്ക് ആ റിയാക്ഷൻ തന്നെ എഴുതി വെക്കാം. റിയാക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. So okay, X minus plus H2O gives HX plus OH minus. Okay, clear alle? So initially, so at equilibrium എന്തായിരുന്നു C minus CH അല്ലെ. So ഇതായിരുന്നു. So നീ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണേ. ഇവിടെ from this reaction we can obtain that concentration of OH minus that is equal to CH. Concentration of OH minus that is equal to CH. അല്ലേ? കൃത്യമല്ലേ?
ഇനി നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, ശരിക്കും ശ്രദ്ധിക്കോ, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു KW divided by KA അല്ലെ. സോ KW divided by concentration of OH minus അല്ലെ. സംശയം ഉണ്ടോ? KW divided by concentration of OH minus അല്ലെ. ഓക്കെ അല്ലെ. ഇനി ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. that is equal to KW divided by CH. What is concentration of OH minus? That is CH. So concentration of H plus is equal to KW divided by concentration into H. ഇനി H നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is concentration of H plus is equal to KW divided by C. KW by C into what is the equation for H? H the equation എന്താ? H the equation എന്താ? root of എന്താ? H the equation എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? root of KA into C divided by KW അല്ലേ. root of KA into C divided by KW അല്ലേ? അല്ലേടോ. സോ ഇനി എന്താ ചെയ്യുന്നത് നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കുക. the concentration of H plus is equal to root of KA into KW divided by C. all root ആണ്. so root of KW into KA divided by C. That is the concentration of H plus. So നമുക്ക് concentration of H plus കിട്ടിയില്ലേ? concentration of H plus കിട്ടിയില്ലേ? ഇനി എന്താ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is pH? negative logarithm of concentration of H plus അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണേ. so negative logarithm of concentration of H plus ആണ്. so pH is equal to, ശരിക്കും ശ്രദ്ധിക്കുക, pH is equal to what? negative log of KW into KA all divided by C all raised to half. root എന്ന് പറയുന്നത് എടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി pH is equal to നോക്കെ ശരിക്കും ശ്രദ്ധിക്കണേ, മൈനസ് ഹാഫ് എന്താ? മൈനസ് ഹാഫ് log of നോക്കെ മൈനസ് ഹാഫ് ഇൻറ്റു log KW പ്ലസ് log KA മൈനസ് log C. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? അതായത് log AB is equal to log A plus B അല്ലേ? log A by B is equal to log A minus log B. അത് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മൈനസ് log KW എന്താ? മൈനസ് log KW. so equation become pH is equal to log half into minus log KW PKW plus minus log KA, that is PKA minus plus log C. clear അല്ലേ? ഇനി കൃത്യമായി what is the PKW? value of PKW at 298 Kelvin, that is 14. so half into, so pH ന്റെ equation ആണ്, ശരിക്കും ശ്രദ്ധിക്കുക, half into 14 7, ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, പ്ലസ് half into PKA plus log C. okay, clear അല്ലേ? PKA plus log C. so what is the equation? that is very important equation, വളരെ important ആയിട്ടുള്ള equation ആണ്. pH is equal to 7 plus half into PKA plus log C. ഇത് എന്തിനു മാത്രമാണ്? weak acid strong base സാൾട്ടിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ pH. so hydrolysis important ആണ്. hydrolysisന്റെ equation important ആണ്. എന്താണ് H ന്റെ വാല്യൂ എന്താ? so H ന്റെ വാല്യൂ എന്താ? that is okay KW divided by K, okay, into C. okay, clear അല്ലേ? സംശയം ഉണ്ടോ? ഇനി അടുത്തത് pH equation വളരെ important ആണ്. okay, clear അല്ലേ? സംശയം ഉണ്ടോ? നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. so അപ്പം ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ റിലേഷൻ മനസ്സിലാക്കണമെങ്കിൽ we have to multiply with the concentration of H plus as well as we have to divide with the concentration of H plus. so ഈ ഒരു ഇക്വേഷൻ നമ്മൾ concentration of H plus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷന് റിലേഷൻ കിട്ടും. നോക്കി ശരിക്കും ശ്രദ്ധിക്കണേ. so KH is equal to, ഇവിടെ concentration of H plus into concentration of OH minus, അതെന്താ? KW. so that is equal to KW divided by, ഇനി നമുക്ക് ബാക്കിയുള്ളത് ആരൊക്കെയാ? HX X minus concentration of H plus. ഇതല്ലേ സംഭവം ഉള്ളത് അല്ലേ? സംശയം ഉണ്ടോ? so KA അല്ലേ, സോറി ഇതല്ലേ ഉള്ളത്? KA ഉള്ളത്. so KA നെ നോക്കിയ KA നെ റെസിപ്രോക്കൽ അല്ലേ ഇവിടെ കാണുന്നത്. so divided by KA ആണ് വരിക.
So KH is equal to KW divided by KA. KH is equal to KW divided by KA. Okay, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിസിസ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. സോ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് നോക്കിയാൽ നമ്മൾ ഈ റിയാക്ഷൻ തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു റിയാക്ഷൻ തന്നെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് നോക്കിയാൽ അറ്റ് ഇനീഷ്യലി ഇതിന്റെ കോൺസെൻട്രേഷൻ എന്താ? C ആണ്. ഇവിടെ സീറോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ഇല്ല, സീറോ കോൺസെൻട്രേഷൻ ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയം ഇത് C മൈനസ് CH ആണ്. അതായത് ശരിക്കും ശ്രദ്ധിക്കണേ, ഈ C എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്, ഇത് സോൾട്ട് അല്ലേ? സോ ഈ സോൾട്ടിന്റെ C എന്ന കോൺസെൻട്രേഷനിൽ നിന്നും H സോൾട്ട് അല്ലെങ്കിൽ H ഡിഗ്രി എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു പോയി. എത്രത്തോളം സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്തോ അത്രത്തോളം പ്രോഡക്റ്റ് അല്ലേ ഫോം ചെയ്യാം. സോ ഇവിടെ H ടൈംസ് ഓഫ് C എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു പോയി. H ടൈംസ് ഓഫ് C എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു പോയി. സോ ഇവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്യാം? CH. അപ്പൊ ഇവിടെ 1 മോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 1 മോൾ അല്ലേ? അപ്പൊ ഇവിടെ CH മോൾ ആണെങ്കിൽ ഇവിടെ എന്താ? CH മോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇവിടെ CH, ഇവിടെ CH. സോ ഇവിടുന്ന് എത്രയാണ് പോയിട്ടുണ്ടാവുക? C മൈനസ് CH. സംശയം ഉണ്ടോ? ഉറപ്പല്ലേ? ക്ലിയർ അല്ലേ? ഇനി KH is equal to നോക്കേ. സോ ഫ്രം ഹിയർ KH is equal to നമുക്ക് എന്ത് പറയാം? KH is equal to എന്ത് പറയാം? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HX എത്രയാ? CH into CH divided by C into 1 minus H. C minus CH എന്നുള്ളതിന് പകരം C into 1 minus H അല്ലേ? That is equal to C cancel ചെയ്ത് പോയി CH square divided by 1 minus H. CH square divided by 1 minus H. ഇനി H ന്റെ വാല്യൂ വളരെ 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 ചെറുതായതുകൊണ്ട് 1 minus H is approximately equal to 1. So we can say that KH is equal to, നോക്കേ ശരിക്കും ശ്രദ്ധിക്കേ, KH is equal to CH square. KH is equal to എന്താ കിട്ടാ? CH square ആണ് വരിക. That is equal to, നോക്കേ ശരിക്കും ശ്രദ്ധിക്കണേ, KH is equal to CH square ആണ്. So H square is equal to KH by C. That is root of H is equal to root of KH divided by C. H is equal to root of KH divided by C അല്ലേ? സംശയം ഉണ്ടോ? H is equal to KH root of KH divided by C. ഇനി KH ന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. KH ന്റെ ഇക്വേഷൻ എന്താ? KH ന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. KW divided by KA അല്ലെ? ഇവിടെ അവിടെ എന്തുണ്ടാവും? ഒരു C യും കൂടെ. സോ നമുക്ക് H is equal to എന്ത് കിട്ടി? root of KW divided by KA into C കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? H ന്റെ വാല്യൂ കിട്ടില്ലേ? H is equal to H ന്റെ വാല്യൂ, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കിട്ടിയില്ലേ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കിട്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് pH ഓഫ് ദ റിസൾട്ടന്റ് സൊല്യൂഷൻ ആണ്. എന്താ pH? ഈ ഒരു സോൾട്ടിന്റെ ഹൈഡ്രോളിസിസിന്റെ സമയത്ത് ഉണ്ടാകുന്ന pH അല്ലെ? So pH of the resultant solution ആണ്. So next we are going to discuss about the pH of the resultant solution. pH of resultant solution. Okay, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. pH of resultant solution. So pH of resultant solution നമുക്കറിയാം ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അല്ലെ? ആദ്യം നമുക്ക് ആ റിയാക്ഷൻ തന്നെ എഴുതി വെക്കാം. റിയാക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. So okay, X minus plus H2O gives HX plus OH minus. Okay, clear അല്ലേ? So initially, so at equilibrium എന്തായിരുന്നു? C minus CH അല്ലേ? So ഇതായിരുന്നു. So നീ പറയുന്ന കൃത്യമായി ശ്രദ്ധിക്കണേ. ഇവിടെ from this reaction we can obtain that concentration of OH minus that is equal to CH. Concentration of OH minus that is equal to CH. അല്ലേ? കൃത്യമല്ലേ? ഇനി നമുക്കറിയാം concentration of H plus. ശരിക്കും ശ്രദ്ധിക്കോ. Concentration of H plus is equal to KW divided by KA. അല്ലേ? So KW divided by concentration of OH minus. അല്ലേ? സംശയം ഉണ്ടോ? KW divided by concentration of OH minus അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. That is equal to KW divided by CH. What is concentration of OH minus? That is CH. So concentration of H plus is equal to KW divided by concentration into H. ഇനി H നെ നമുക്ക് എന്ത് ചെയ്യാം?
our substitute here. That is concentration of H plus is equal to Kw divided by C. Kw by C into what is the equation for H? H the equation and the root of and the H the equation and the root of Ka into C divided by Kw. Root of Ka into C divided by Kw. So in the concentration of H plus is equal to root of Ka into Kw divided by C. All root on it. So root of Kw into Ka divided by C. That is the concentration of H plus. So നമുക്ക് concentration of H plus കിട്ടിയില്ലേ? Concentration of H plus കിട്ടിയില്ലേ? ഇനി എന്താ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is pH? Negative logarithm of concentration of H plus അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണേ. So negative logarithm of concentration of H plus ആണ്. So pH is equal to ശരിക്കും ശ്രദ്ധിക്കുക. pH is equal to what? Negative log of Kw into Ka all divided by C all raised to half. Root ന് പകരം ഇങ്ങനെ എടുത്തു. Okay, clear അല്ലേ? ഇനി pH is equal to നോക്കേ ശരിക്കും ശ്രദ്ധിക്കണേ. minus half log of minus half into log Kw plus log Ka minus log C. Clear അല്ലേ? സംശയം ഉണ്ടോ? അതായത് log AB is equal to log A plus B അല്ലേ? log A by B is equal to log A minus log B. അത് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മൈനസ് ലോഗ് Kw എന്താ? മൈനസ് ലോഗ് Kw. So equation become pH is equal to half into minus log Kw pKw plus minus log Ka, that is pKa minus plus log C. Clear അല്ലേ? ഇനി കൃത്യമായി what is the pKw? Value of pKw at 298 Kelvin, that is 14. So half into pH ന്റെ equation ആണ് ശരിക്കും ശ്രദ്ധിക്കുക. half into 14 7. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, plus half into pKa plus log C. Okay, clear അല്ലേ? pKa plus log C. So what is the equation? That is very important equation. വളരെ important ആയിട്ടുള്ള equation ആണ്. pH is equal to 7 plus half into pKa plus log C. ഇത് എന്തിനു മാത്രമാണ്? weak acid strong base സാൾട്ടിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ pH. So hydrolysis important ആണ്. ഹൈഡ്രോളിസിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് H ന്റെ വാല്യൂ എന്താ? So H ന്റെ വാല്യൂ എന്താ? That is Kw divided by K. Okay, into C. Okay, clear അല്ലേ? സംശയം ഉണ്ടോ? ഇനി അടുത്തത് pH ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ഓക്കെ മക്കളെ, സോ ഇനി നെക്സ്റ്റ് ടൈപ്പ് സോൾട്ടിനുള്ള സമയമായി. സോ അടുത്ത സോൾട്ട് ഏതാ സോൾട്ട് പറയാം. സോ നെക്സ്റ്റ് സോൾട്ട് hydrolysis of salt of strong base alone. Strong acid weak base അല്ലെ? strong acid weak base. So strong acid weak base കൊണ്ടുണ്ടാകുന്ന സാൾട്ടിന്റെ ഹൈഡ്രോളിസിസ്. ഓക്കെ, സോ ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് വരാറുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് NH4Cl, രണ്ടാമത്തത് CuSO4 ഉണ്ട്, മൂന്നാമത്തെ AlCl3 എക്സെട്ര. സോ ഈ സോൾട്ടുകളാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പം NH4Cl നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. സോ NH4Cl ആദ്യം ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാ? NH4 പ്ലസും കിട്ടും, അതുപോലെ തന്നെ Cl മൈനസും കിട്ടും അല്ലെ? സോ ഇതില് NH4Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH4OH ന്റെയും HCl ന്റെയും സോൾട്ട് ആണ്. ആരൊക്കെ? NH4OH ഉം HCl ന്റെയും സോൾട്ട് ആണ് ആര്? NH4Cl അല്ലെ? ഇതിൽ വീക്ക് ആരാ? NH4OH. അതിന്റെ കോമ്പണന്റ് ആരാ? NH4 പ്ലസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? ആരാണോ വീക്ക് കോമ്പണന്റിന്റെ അയോൺ അയാൾ മാത്രമേ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യൂ. സോ ദാറ്റ് ഈസ് NH4 പ്ലസ് പ്ലസ് H2O. NH4 പ്ലസ് പ്ലസ് H2O which gives എന്താ ഉണ്ടാവുക?
NH4OH. എന്താണ്ടാവുക? NH4OH plus H plus. Okay, clear അല്ലേ? So ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് NH4 പ്ലസും NH4 പ്ലസും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി NH4Cl plus H2O. NH4Cl plus H2O gives NH4OH and plus H plus plus Cl minus. Okay, so ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, due to presence of this H plus, the resultant solution become acidic and the pH become less than 7. Okay, clear അല്ലേ? ഇനി ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, ഇവിടെ കാറ്റയോൺ ആണല്ലോ ഉണ്ടാവുക, that is M plus plus H2O. M plus plus H2O gives MOH plus H plus. Clear അല്ലേ? സംശയം ഉണ്ടോ? MOH plus H plus ഉണ്ടാവുക. സോ നമുക്ക് ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് കാണാം. സോ ഇത് മനസ്സിലായല്ലോ. ഇനി ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് കാണാം. ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KH അല്ലെ? സോ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KH is equal to concentration of MOH into concentration of H plus divided by concentration of M plus. Okay, clear? So this is the equation for the hydrolysis constant. Hydrolysis constant ന്റെ equation ആണ്. ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഇവിടെ MOH അല്ലേ, ഈ ഉണ്ടായിട്ടുള്ള MOH ഒരു വീക്ക് കോമ്പണന്റ് ആണ്. സോ വീക്ക് കോമ്പണന്റ് ശരിക്കും ശ്രദ്ധിക്കണേ. സോ MOH ഒരു വീക്ക് കോമ്പണന്റ് ആയതുകൊണ്ട് they can dissociate. ഇവിടെ ഡിസോസിയേറ്റ് ചെയ്തായിട്ട് എന്താവും? M plus plus OH minus ആയിട്ട് മാറും. So ഈ ഒരു റിയാക്ഷൻ എന്തുണ്ടാവും? അയണൈസേഷൻ കോൺസ്റ്റന്റ് Kb is equal to, we can write concentration of M plus into concentration of OH minus divided by concentration of MOH. ഇതാണ് Kb. ഇനി Kw എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to concentration of H plus into concentration of OH minus, that is Kw. So now we are going to find out the relationship between KH, Kw and Kb. KH ഉം KW ഉം Kb മൂന്ന് ഇക്വേഷൻ നേരത്തെ പോലെ concentration of MOH divided by concentration of MOH into concentration of H plus divided by concentration of M plus ആണ് KH എന്ന് പറയും. Hydrolysis constant. Kb ionization constant of base is concentration of M plus into concentration of OH minus divided by concentration of MOH. ഇനി Kw is equal to concentration of H plus into concentration of OH minus. Clear അല്ലേ? സംശയം ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. Okay, so KH, നമുക്ക് KH, if KH is equal to concentration of MOH into concentration of H plus divided by concentration of M plus അല്ലേ? So this can be multiplied by concentration of OH minus. നേരത്തെ H plus ആണെങ്കിൽ ഇപ്പൊ എന്താ? OH minus ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? സോ ആദ്യം ഈ ഇക്വേഷനെ നമുക്ക് OH minus കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് KH is equal to concentration of H plus into OH minus, that is Kw. ഇനി ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ this is 1 by Kb ആണെന്ന് മനസ്സിലാവും. That is KH is equal to Kw divided by Kb. KH is equal to Kw divided by Kb. Okay, so നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഹൈഡ്രോളിസിസ് ആണ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. സോ you can find out the degree of hydrolysis. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിന് ശരിക്കും ശ്രദ്ധിക്കാം. സോ ആദ്യം നമുക്ക് റിയാക്ഷൻ വേണം. M plus plus H2O. M plus plus H2O gives MOH plus H plus. Clear അല്ലേ? So initial concentration, initially C എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. പ്രോഡക്ട്സ് ഇല്ലാത്തതുകൊണ്ട് 0 ഇനി at equilibrium ഇവിടെ C minus CH നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ CH ഇവിടെ CH ഉണ്ടാവും അല്ലെ? So KH is equal to നമുക്ക് പറയാം KH is equal to C square H square divided by C into 1 minus H. So C and C cancel ചെയ്ത് പോയി. So that is equal to CH square divided by 1 minus H. If 1 minus H is approximately equal to 1 അല്ലെ? കാരണം H ന്റെ വാല്യൂ വളരെ സ്മോൾ ആണ്. So H is equal to നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണേ, KH divided by C, KH divided by C, root of KH divided by C. So H is equal to root of KH divided by C. ഇനി നമുക്കറിയാം what is the equation for KH? KH equation എന്താ? KH is equal to Kw divided by Kb into C.
H is equal to KW divided by KB into C. So H ന്റെ വാല്യൂ മനസ്സിലായല്ലോ. സോ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? KH ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, H ന്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലെ? H ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ we are going to find out the pH of the solution. നമ്മൾ pH of the solution കണ്ടുപിടിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? സോ pH of the solution ഇവിടെ നോക്കേ, നേരത്തെ പറഞ്ഞ പോലെ at equilibrium ഇവിടെ C minus CH ഉണ്ടാവും, ഇവിടെയോ CH ഉണ്ടാവും, ഇവിടെയോ CH അല്ലെ? സോ ഫ്രം ദിസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണം. ഫ്രം ദിസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എത്രയാ? CH അല്ലെ? Concentration of H plus എത്ര? CH. So concentration of H plus is equal to what is the value of H? H ന്റെ വാല്യൂ എത്രയാ? Root of okay KW divided by KB into C അല്ലേ? അതായത് സെയിം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ concentration of H plus is equal to root of KW divided by KB into KW into C. KW into C divided by KB. Clear അല്ലേ? സംശയം H ന്റെ വാല്യൂ T അല്ലേ? റൂട്ട് കട്ട് ചെയ്ത് പോയി. ഇനി ഞാൻ പറഞ്ഞ കൃത്യമായി ശ്രദ്ധിക്കണേ. സോ pH is equal to നോക്കേ, pH is equal to negative logarithm of KW into C divided by KB all raised to half അല്ലേ? സോ ഹാഫ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ pH is equal to minus half into log, ശരിക്കും ശ്രദ്ധിക്കണേ, മൈനസ് ഹാഫ് ഇൻറ്റു ലോഗ് KW മൈനസ് ലോഗ് KB പ്ലസ് ലോഗ് C അല്ലെ? സോ ലോഗ് A by B ആ ഫോമിലേക്ക് മാറ്റിയതാണ്. Then pH is equal to നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണേ, ഹാഫ് ഇൻറ്റു what is log KW, that is minus log KW, that is PKW. What is minus log KB, that is PKB. Then minus log C. Okay, clear അല്ലേ? ഇനി ഞാൻ പറഞ്ഞ കൃത്യമായി ശ്രദ്ധിക്കണേ. At 298 Kelvin PKW ന്റെ വാല്യൂ 14 അല്ലേ? So 14 divided by 2 7 minus half into PKB plus log C. So this is the equation for the salt of strong acid weak base. The pH of the hydrolysis of the salt of strong acid weak base. Okay, clear അല്ലേ? So നമ്മൾ അടുത്ത സാൾട്ടിലേക്ക് പോവാം. ഓക്കെ മക്കളെ, സോ മൂന്നാമത്തെ ടൈപ്പ് സോൾട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ മൂന്നാമത്തെ ടൈപ്പ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്, ഓഫ് വീക്ക് ആസിഡ് വീക്ക് ബേസ് ആട്ടോ. വീക്ക് ആസിഡ് വീക്ക് ബേസ് കേട്ടോ. വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിലുള്ള സോൾട്ടിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സാധാരണ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമോണിയം അസറ്റേറ്റ്, ദാറ്റ് ഈസ് CH3COONH4. അതുപോലെ തന്നെ അലൂമിനിയം ഫോസ്ഫേറ്റ് വരാറുണ്ട്, ദാറ്റ് ഈസ് AlPO4. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് അമോണിയം കാർബണേറ്റ് NH4 twice CO3. ഓക്കെ, സോ മൂന്ന് സോൾട്ടുകളാണ് സാധാരണ നമുക്ക് വരാറുള്ളത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അമോണിയം അസറ്റേറ്റ് ആണ്. സോ നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണം, നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം അമോണിയം അസറ്റേറ്റിനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അമോണിയം അസറ്റേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് CH3COO- അതുപോലെ തന്നെ NH4+ ആണ് അല്ലെ? ഇവിടെ രണ്ട് കോമ്പണന്റും അല്ലെങ്കിൽ രണ്ട് അയോൺസും വീക്കിന്റെതാണ് അല്ലെ? സോ രണ്ടാളും എന്ത് ചെയ്യും? വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ? സോ എന്താ വരിക? CH3COO- പ്ലസ് NH4+ പ്ലസ് വാട്ടർ H2O gives, നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണേ, gives CH3COOH
plus NH4OH. Clear അല്ലേ? സോ നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. സോ ഈ രണ്ട് കോമ്പണന്റ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന CH3COOH ഉം അതുപോലെ തന്നെ NH4OH ഉം. ഇവിടെ ഉണ്ടാകുന്ന CH3COH ഉം NH4OH ഉം വീക്ക് ആയിട്ടുള്ള ആസിഡും ബേസും ആയതുകൊണ്ട് തന്നെ ഇത് സൊല്യൂഷൻ എന്ത് ചെയ്യും? അൺഅയോണൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും അല്ലെ? അൺഅയോണൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന്, ഇവിടെ ഇയാൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COOH റിയാക്ഷൻ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ വന്നേ CH3COO മൈനസ് പ്ലസ് H പ്ലസ് ആയിരിക്കും അല്ലെ? സോ നമുക്ക് ഇനി അടുത്ത NH4OH മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ NH4 പ്ലസ് OH മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടറിന്റെ റിയാക്ഷൻ കൂടി ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. H പ്ലസ് OH മൈനസ് ആണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ, ഈ ഒരു സാൾട്ട് CH3CO NH4 എന്ന സാൾട്ടിന്റെ കേസിൽ ഇവർ തമ്മിലുള്ള KB, ഇയാൾ Ka എന്ന് പറഞ്ഞാൽ 1.8 into 10⁻⁵ ആയതുകൊണ്ട് ഇയാൾ Kb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 into 10⁻⁵ അടുത്തൊരു വാല്യൂ ആയതുകൊണ്ടും നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ എന്താ ഉണ്ടാവുക? റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന സൊല്യൂഷന് ന്യൂട്രൽ ആയിരിക്കും കേട്ടോ. റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻസ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. നമ്മൾ എടുക്കേണ്ട ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മൾ എടുക്കേണ്ട ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഒരു റിയാക്ഷൻ ആണ്. അതായത് CH3COO മൈനസും H പ്ലസ് അല്ലെങ്കിൽ CH3 ഇതിന്റെ രണ്ടിന്റെ കൂടി നമുക്ക് റിസൾട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കുക. റിസൾട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പോവാണെങ്കിൽ റിസൾട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ CH3COO NH4 പ്ലസ് H2O gives നമുക്ക് എന്താ കിട്ടുക? CH3COOH പ്ലസ് NH4OH. ഇവിടെ അക്വസ് ഉണ്ട്, അക്വസ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ നമുക്ക് എന്താ കിട്ടുക? CH3COO NH4 പ്ലസ് H2O gives CH3COOH പ്ലസ് NH4. ഇതിന്റെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണേ. ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ MX എന്ന് പറഞ്ഞ സോൾട്ട് പ്ലസ് H2O ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് M പ്ലസ് അക്വസ്. ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ റിയാക്ഷൻ കണ്ടെന്ന് എഴുതി കേട്ടോ. പ്ലസ് X മൈനസ് അക്വസ് ആയിട്ട് അല്ലെ? സംശയം ഉണ്ടോ? ഉറപ്പല്ലേ? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ദിസ് M പ്ലസ് അക്വസ് പ്ലസ് X മൈനസ് അക്വസ് again react with water to form MOH അല്ലെങ്കിൽ HX പ്ലസ് MOH. HX പ്ലസ് MOH ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. M പ്ലസ് അക്വസ് പ്ലസ് X മൈനസ് അക്വസ് പ്ലസ് H2O ലിക്വിഡ് gives HX പ്ലസ് MOH. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഹൈഡ്രോളിസിസ്. ഓക്കെ, സോ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാം. സോ ഇതവിടെ കിടക്കട്ടെ. സോ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണേ. സോ KH is equal to ഇവിടെ വരുന്നത് concentration of HX into concentration of MOH all divided by concentration of M plus into concentration of X minus. So this is the equation for the KH. നമുക്ക് KH ന്റെ ഇക്വേഷൻ കിട്ടി അല്ലെ? സംശയം ഉണ്ടോ? ഇനി നോക്കേ ശരിക്കും ശ്രദ്ധിക്കണേ. സോ KH ന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മള് HX ന്റെ ഇക്വേഷൻ നോക്കാം. HX ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് H പ്ലസ് പ്ലസ് X മൈനസ് അല്ലേ? സോ ഇവിടുന്ന് നമുക്ക് K ന്റെ ഇക്വേഷൻ കിട്ടും. K is equal to concentration of H plus into concentration of X minus divided by concentration of HX ആണ് അല്ലേ? സംശയം ഉണ്ടോ? ഇനി അതുപോലെ തന്നെ MOH ന്റെ കേസിലാണെങ്കിൽ it gives M plus plus OH minus ആണല്ലോ. So from this we can obtain Kb, that is Kb is equal to concentration of M plus into concentration of OH minus divided by concentration of MOH ആണ് അല്ലെ? സംശയം ഉണ്ടോ? സോ നമുക്ക് ഇവിടുന്ന് KH കിട്ടി, KA കിട്ടി, KW കിട്ടി. ഇനി KB കിട്ടി. ഇനി KW is equal to concentration of H plus into concentration of OH minus. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ 3 റിയാക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. CH3COO NH4 പ്ലസ് കേസ് നമ്മൾ 3 റിയാക്ഷൻ ആയിട്ട് പറഞ്ഞില്ലേ?
സോ CH3COH ന്റെ കേസിലും NH4OH ന്റെ കേസിലും H2 ന്റെ കേസിലും നമ്മൾ 3 റിയാക്ഷൻ ചെയ്തില്ലേ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ Ka, Kb, Kw. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പം Kaയും Kbയും Kw നമുക്ക് കിട്ടി. ഇനി KH ന്റെ ഈ ഒരു ഇക്വേഷനില്ലേ, നോക്കെ ഞാൻ ഇതിൽ തന്നെ എഴുതുന്നേ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ, ഈ 3 ഇക്വേഷൻസ് ഇവിടെ മാറ്റി വെക്കാം. സോ ഈ ഒരു ഇക്വേഷനിൽ തന്നെ, KH ന്റെ ഇക്വേഷനിൽ തന്നെ we are multiplying with the concentration of H plus into concentration of OH minus and also dividing by concentration of H plus into concentration of OH minus. നമ്മൾ ഈ ഒരു ഇക്വേഷനെ, KH ന്റെ ഇക്വേഷനെ concentration of H plus into concentration of OH minus കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KH is equal to നോക്കെ, ഇത് KW അല്ലേ? സോ KW ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും HX അല്ലെ, ഇവിടെ HX ഡിവൈഡഡ് ബൈ concentration of H plus into concentration of X minus ഉണ്ട്, that is Ka divided by Ka. ഇനി ഇവിടെ MOH ഉണ്ട് ഡിവൈഡഡ് ബൈ concentration of M plus into concentration of OH minus, that is Kb. So we obtain that the relationship between Kw, Ka and Kb and KH. KH is equal to Kw divided by Ka into Kb. Clear അല്ലേ? സംശയം ഉണ്ടോ? ഉറപ്പല്ലേ? സോ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ആണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കുക, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. സോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കുകയാണ്. സോ ഈ ഒരു കേസിൽ ഇക്വേഷൻ വരുന്നത് M plus X minus aqueous ആണ്, aqueous X minus plus H2O liquid gives MOH aqueous plus HX aqueous അല്ലെ? സംശയം ഉണ്ടോ? ഉറപ്പല്ലേ? ഇനി ഇനീഷ്യലി ഇത് C ആണ്, ഇതും C ആണ്, ഇത് 0 ആണ്, കാരണം ഇനീഷ്യൽ പ്രോഡക്റ്റ് ഇല്ലല്ലോ. ഇനി നമ്മൾ പറഞ്ഞേക്കെ അറ്റ് ഇക്വിലിബ്രിയം കേസിൽ, ഇക്വിലിബ്രിയം കണ്ടീഷനില് ഇവിടെ CH ഉണ്ടായി, ഇവിടെയും CH ഉണ്ടായി അല്ലെ? സോ ഇവിടെ എന്താ C minus CH, ഇവിടെ C minus CH. ക്ലിയർ അല്ലേ? സോ KH ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? KH ന്റെ വാല്യൂ എന്താ വരിക? ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം. KH is equal to C square H square divided by C square into 1 minus H all square. നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഇവിടെ C square ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എന്താ വരിക? KH is equal to H square divided by 1 minus H all square അല്ലെ? 1 minus H is approximately equal to 1 അല്ലെ? സോ നമുക്ക് എന്ത് വരും? KH is equal to H square or H is equal to root of KH. That is very important equation. H is equal to root of KH. H is equal to നമുക്ക് എന്ത് കിട്ടി? root of KH കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? or KH ന്റെ ഇക്വേഷൻ നമുക്കറിയില്ലേ? H is equal to root of KW divided by Ka into Kb. root of KW divided by Ka into Kb. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇത്രയും കിട്ടിയില്ലേ? സോ H കിട്ടി, KH കിട്ടി, H ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ നമ്മൾ നേരത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി ആവശ്യമുണ്ട്, അതായത് ചെറുതായിട്ട് മതി. ദാറ്റ് ഈസ് M plus X minus plus H2O gives MOH plus HX അല്ലെ? സോ ഇക്വിലിബ്രിയത്തില് അറ്റ് ഇക്വിലിബ്രിയം ഇവിടെ C minus CH, ഇവിടെ C minus CH, ഇവിടെ CH, ഇവിടെ CH അല്ലെ? സംശയം ഉണ്ടോ? ഇനി ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. അതായത് Ka ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Ka ന്റെ ഇക്വേഷൻ എന്താ? Ka ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H plus into concentration of X minus divided by concentration of HX അല്ലെ? From this we can find out concentration of H plus. Here concentration of H plus is equal to Ka into concentration of HX, Ka into concentration of HX divided by concentration of X minus. From this equation at equilibrium, what is concentration of HX? CH. What is concentration of X minus? C minus CH. So concentration of H plus is equal to Ka into CH divided by C into 1 minus H. CM cancel ചെയ്തു പോയി. So concentration of H plus is equal to, ശരിക്കും ശ്രദ്ധിക്കണേ,
concentration of H plus is equal to Ka into H divided by 1 minus H. 1 minus H is approximately equal to 1. Alright. So concentration of H plus is equal to Ka into H divided by 1 minus Ka into H വരും അല്ലേ. ഈ Ka into H, H ന്റെ വാല്യൂ എത്രയാ? Ka into root of Kh അല്ലേ. So that is equal to Ka into root of Kw divided by Ka into Kb. Right? So Ka Kb എന്തായി cancel ചെയ്തു പോയി അല്ലേ. So എന്താ വരിക? That is equal to root of okay Ka into Kw divided by Kb. The H plus ന്റെ വാല്യൂ കേട്ടോ. Concentration of H plus ന്റെ വാല്യൂ കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? So from this okay ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നമുക്ക് pH കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? pH is equal to അല്ലേ minus log Ka into Kw divided by Kb all raised to half. ശരിക്കും ശ്രദ്ധിക്കണേ. pH is equal to minus log Ka Kw divided by Kb. ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഓക്കെ ഹാഫിനെ എടുക്കാം മൈനസ്. സോ ഇത്രയും ഭാഗം നോക്കേ, ഇത് ഇത്രയും കാലം മനസ്സിലായില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ മതി. ഈ ഭാഗം ഒന്ന് വായിക്കുന്നുണ്ട്. That is pH is equal to okay minus half into log Ka plus log Kw minus log Kb. Clear അല്ലേ? സംശയം ഉണ്ടോ? That is pH is equal to okay half into okay pKw plus pKa minus pKb. Okay, clear അല്ലേ? That is pH is equal to 7 plus half into pKa minus pKb. That is the equation. That is the final equation. pH is equal to 7 plus half into pKa minus pKb. 7 plus half into pKa minus pKb. Okay, clear അല്ലേ? 7 plus half into pKa minus pKb. ഇനി ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പൊ pKa വാല്യൂ അല്ലെങ്കിൽ Ka വാല്യൂ കൂടുതലാണ്. എന്താ? Ka വാല്യൂ കൂടുതലാണെങ്കിൽ pKa minus pKb എന്താ വരിക? പോസിറ്റീവ് ആ വരിക. അങ്ങനെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ pH എന്ത് ചെയ്യും? 7 കൂടും. pH 7 കൂടുകയാണെങ്കിൽ എന്താ? ബേസിക്. Ka വാല്യൂ Kb കൂടുതലാണെങ്കിൽ if Ka is greater than that of Kb, ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണേ. If Ka is greater than that of Kb, the resultant solution is basic. എന്താ വരിക? resultant solution എന്താ വരിക? basic ആണ് വരിക. If Kb is greater than that of Ka, the resultant solution become acidic. If Ka is equal to Kb, the resultant solution is neutral. ഒന്നുകൂടി പറയുന്നേ. If Ka is greater than that of Kb, then the resultant solution is basic. If Kb is greater than that of Ka, the resultant solution become basic. Sorry, the resultant solution become acidic. Okay. Then if Ka is equal to Kb, then the resultant solution is neutral. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നേ. If Ka greater than Kb, the resultant solution is basic. എന്താണ്ടാവാ? resultant solution എന്താണ്ടാവാ? basic ഉണ്ടാവാ. If Kb is greater than that of Ka, the resultant solution is acidic. If Ka is equal to Kb, the resultant solution is neutral. Okay, clear അല്ലേ? സംശയം ഉണ്ടോ? So this is all about this hydrolysis of salt of weak acid and weak base. Okay. So നാലാമത്തെ ഒരു സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം,
Salt of strong acid will not undergo hydrolysis. Hydrolysis ഒരിക്കലും എന്തെയില്ല, salt of strong acid strong base നടക്കില്ല. അതുകൊണ്ട് തന്നെ pH of the solution എന്തെയില്ല, ചേഞ്ച് ചെയ്യില്ല. The pH of the solution remain neutral ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസിന്റെ അഭിപ്രായത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഒക്കെ കമന്റ് ഇടാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പാഠത്തിൽ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ എല്ലാവരും മാക്സിമം സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്യാം. കാരണം നീറ്റ് എക്സാമിനേഷൻ ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ലൈക്ക് അമർത്തുക. മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം വ്യൂസിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഇനിയും അത്രയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.